എല്ലാവർക്കും നമസ്കാരം. വിനിഗർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാനാണ് വന്നിരിക്കുന്നത്. സിന്തറ്റിക് വിനിഗർ വളരെ എളുപ്പമാണ്. 1 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ 50 തൊട്ട് 60 ml വരെ, 1 ലിറ്റർ ഡ്രിങ്കിങ് വാട്ടർ, ഫിൽറ്റേർഡ് ഡ്രിങ്കിങ് വാട്ടറിൽ 50 60 ml ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഇളക്കി കലർത്തിയാൽ മതി. ഈ ആസിഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, അത് ആസിഡാണ്, കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ഈ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിന് ഗ്ലേഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 17 ഡിഗ്രിയിൽ അത് ഫ്രീസ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് അതിനെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ കലർത്തി ഉണ്ടാക്കിയതാണ് നമ്മൾക്ക് സിന്തറ്റിക് വിനിഗർ എന്ന് പറഞ്ഞ് കുപ്പികളിൽ കിട്ടുന്നത്. എന്നാൽ ആപ്പിൾ സിഡർ അങ്ങനെയൊക്കെയുള്ള വിനിഗേഴ്സ് ഉണ്ടാക്കുന്നത് 2 സ്റ്റെപ്പ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കൊണ്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ ഈ ഫ്രൂട്ടിൽ നിന്ന് വൈൻ ഉണ്ടാക്കുന്നു. ഈ ആപ്പിൾ സൈഡർ അവർ ഫ്രൂട്ട് ജ്യൂസിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണ്. അല്ലാതെ നോർമലി വൈൻ ഏതെങ്കിലും ആ ഫ്രൂട്ടിനെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് വൈനാക്കുന്നു. വൈൻ ആക്കി കഴിഞ്ഞിട്ട് ഫ്രൂട്ടിൻ്റെ ഒരു ആൽക്കഹോൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് ഡയറക്റ്റ് ഇട്ടാണ് നമ്മൾ ഗ്രേപ്പ് വൈനൊക്കെ ഉണ്ടാക്കുന്നത്. ആപ്പിൾ സൈഡർ അതിനെ അരച്ച് അതിൻ്റെ ജ്യൂസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ അസറ്റോബാക്ടറിന് ഓക്സിജൻ ആവശ്യമാണ്. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തേങ്ങാ വെള്ളത്തിൽ നിന്നുള്ള വിനിഗറാണ്. അപ്പോൾ തേങ്ങാ വെള്ളം അല്പം പുളിക്കാൻ വിട്ടിട്ട് ഒരു കള്ള് പോലെ ആയിക്കഴിഞ്ഞപ്പോൾ, തേങ്ങാ വെള്ളം പണ്ടത്തെ കാലത്ത് എൻ്റെ അമ്മയൊക്കെ തേങ്ങാ വെള്ളം കുപ്പിക്കകത്താക്കുമായിരുന്നു. ആക്കി അടുപ്പിൻ്റെ സൈഡിൽ വെക്കും. കുറേ ദിവസം കഴിയുമ്പോൾ അതൊരു ക്ലൗഡി വൈറ്റ് ലിക്വിഡായിട്ട് അതൊരു കള്ള് പോലെ ആകും. ആ കള്ളിനെയാണ് നമ്മൾ പിന്നീട് കോക്കനട്ട് വിനിഗറായിട്ട് മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കള്ളായ കുറച്ച് തേങ്ങാ വെള്ളമാണ് ഈ വെച്ചിരിക്കുന്നത്. ആ തേങ്ങാ വെള്ളത്തിനെ തുറന്ന് വെക്കാനൊക്കത്തില്ല, വല്ല പൂച്ചയൊക്കെ വീഴും. അതുകൊണ്ട് ഒരു തുണി വെച്ച് മൂടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഞാൻ അധികം കട്ടി വേണ്ട, അതിനകത്തൊന്നും കയറാതിരുന്നാൽ മാത്രം മതി. എയർ ധാരാളമായിട്ട് കയറണം. തുണി വെച്ച് മൂടി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ അത് വിനിഗറായി മാറും. ഒരുപാട് ദിവസം എടുക്കും. ചിലപ്പോൾ നമുക്കറിയത്തില്ല എത്ര ദിവസം എടുക്കും, എത്ര ബാക്ടീരിയ ഉണ്ടെന്നുള്ളത് പോലെ ഇരിക്കും. പക്ഷെ അത് സ്പീഡിലാകണമെങ്കിൽ നമ്മളിതിപ്പോൾ ക്ലൗഡി ലിക്വിഡാണ്, വിനിഗർ ആകുമ്പോൾ ഇത് ക്ലിയർ ആവും. സ്പീഡി ആയിട്ടത് ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് മദർ എന്ന് പറയുന്ന സംഭവം വേണം. മദർ എന്ന് പറയുന്നത് എന്താ? അതിന് വേറൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് സ്കോബി, SCOBY, എന്നുവെച്ചാൽ സിംബയോട്ടിക് കോളനി ഓഫ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. ഈ ബാക്ടീരിയ എല്ലാം കൂടെ ഒരു കട്ടിയായിട്ട് വന്ന് ഉണ്ടാകും. ആ സാധനത്തിനെയാണ് മദർ എന്ന് പറയുന്നത്. ആ മദർ ഇതുണ്ടാക്കുന്ന ആളുകളുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർ വിൽക്കുകയാണെങ്കിൽ നമുക്കത് വാങ്ങിച്ച് ഇതിലിട്ടാൽ എളുപ്പം ഇത് വിനിഗറായിട്ട് കിട്ടും, നല്ല വിനിഗർ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെക്ക് മദറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഈ ആപ്പിൾ സൈഡർ വിനിഗർ, ഈ ആപ്പിൾ സൈഡർ വിനിഗറിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് വിത്ത് ദ മദർ റോ ആൻഡ് അൺഫിൽറ്റേർഡ്. ഇത് ഫിൽറ്റർ ചെയ്ത് അതിനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആക്റ്റീവ് മദർ കിട്ടുകയില്ല. അപ്പോൾ ഇവിടെ വലിയതായിട്ടുള്ള സാധനമൊന്നുമില്ല. പക്ഷേ ഈ അടിയിൽ കുറേ പൊടിയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ അനക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും അടി കലങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മദർ എന്ന് പറയുന്ന സാധനമാണ്. മുകളിൽ നല്ല ക്ലിയറും. ഇപ്പോൾ അത് കുറേ കൂടെ കലങ്ങി ഞാനിട്ട് ഇളക്കിയിട്ട് അടിയിൽ ഈ മദർ നല്ല ഈ മദർ ശരിക്കും ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇത് കുപ്പിയുടെ മുകളിൽ ഒരു ചെറിയ ജലറ്റിൻ പോലെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ പാട പോലെയുള്ള ഒരു സംഭവമായിട്ട് മാറും. അത് കുറേ കഴിയുമ്പോൾ സിങ്ക് ചെയ്ത് താഴോട്ട് പോകും. അങ്ങനെയുള്ള ഒരു മദർ ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടിയ കോക്കനട്ട് വിനീഗറിനകത്ത് ഇരുന്ന് ഒരു മദർ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇത് കണ്ടോ, ഈ കിടക്കുന്ന സാധനമാണ് അതിൻ്റെ മദർ. ഇങ്ങനെ ഇളക്കിയാൽ അതൊരു കട്ടയായിട്ട് മൂവ് ചെയ്യത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഈ വശത്തോട്ട് വന്നു. ഇതാണ് മദർ. ഇതിനകത്ത് കിടപ്പുണ്ട് ഈ മദർ. ഇതെടുത്ത് എനിക്ക് അതിലിട്ടാൽ വേഗമാകും. പിന്നെ നമ്മൾ ഈ വിനിഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഇതിങ്ങനെ ക്ലൗഡിയാകും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ പാട പോലെയൊക്കെ വരും, ചെറിയ പാട. ഈ പാടയൊക്കെ ശരിക്കും ഈ ബാക്ടീരിയയിന് അസറ്റോബാക്ടർ സ്കോബി ഫോം ചെയ്യുന്നതാണ്. അത് നമ്മളൊന്നും ചെയ്യേണ്ട, അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യുകയേ വേണ്ട. നമ്മുടെ കള്ള് നല്ല ആൽക്കഹോൾ അല്ലെങ്കിൽ ഇത് പൂക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അല്ലെങ്കിൽ ഈ വെളുത്ത നിറത്തിൽ ഇങ്ങനെ പാട പോലെ വരുന്നത് സ്കോബി ഫോമേഷനാണ്. അത് പൂപ്പലൊന്നുമല്ല. നമുക്ക് മണത്ത് നോക്കിയാൽ പൂപ്പലിൻ്റെ കാര്യം അറിയാം. അപ്പോൾ ഇത് എത്ര നാൾ ഇരുന്നാൽ ഇത് വിനിഗർ ആകുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ എന്തായാലും ഞാൻ ഇനി എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. അത് കള്ളാകാനായിട്ട് ആക്ച്വലി നമ്മൾ ഈ
നമ്മളെ മുന്തിരിങ്ങ വെച്ച് കള്ളം ഉണ്ടാക്കുമ്പോൾ വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്നും ഇളക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ തേങ്ങാ വെള്ളത്തിനെ കള്ളാക്കാൻ ഇളക്കുക പിടിക്കുകയോ ഒന്നും വേണ്ട. ആ തേങ്ങാ വെള്ളത്തിനകത്ത് ഇച്ചിരി പഞ്ചസാര ഇച്ചിരി ഈസ്റ്റും ഇതിട്ടില്ലെങ്കിലും അത് കള്ളാകും. കാരണം അതിനകത്ത് പഞ്ചസാര ഉണ്ട്. ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. അപ്പം ആ പഞ്ചസാര ഉണ്ടെന്ന് മാത്രമല്ല, തേങ്ങായിൽ നിന്നൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനും ഒക്കെ ഉണ്ടായ ഈസ്റ്റും അതിനകത്തുണ്ട്. അത് കള്ളായി വരും പുളിച്ച്. അപ്പം നമ്മൾ ഇച്ചിരി ഈസ്റ്റും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കി വെക്കുകയാണെങ്കിൽ അത് വേഗം കള്ളാവും. ആ കള്ള് നമ്മൾ എന്നും ഇളക്കുകയൊന്നും വേണ്ട. വേണമെങ്കിൽ കുപ്പിയൊന്ന് കുലുക്കി കൊടുത്താൽ മതി. അത് കള്ളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അസറ്റോബാക്ടർ വരാൻ വേണ്ടിയിട്ട് അതിനെ ഒരു തുണി വെച്ച് മൂടിക്കെട്ടി വെച്ചാൽ മതി. നമ്മളതിനെ ഇളക്കാനും മറിക്കാനും ഒന്നും പോകണ്ട. മദർ ഉണ്ടെങ്കിൽ ആ മദർ കൂടെ ഇട്ടിട്ട് നമ്മൾ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് നോക്കുക. ഒന്ന് വേണമെങ്കിൽ കുലുക്കി കൊടുത്താലും കുഴപ്പമില്ല, അത് സെറ്റിൽ ചെയ്തോളും. അപ്പോൾ നമ്മളത് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മെറ്റൽ സ്പൂൺസ് ഇടരുത് എന്നാണ് പറയുന്നത്. പക്ഷേ വലിയ സ്ട്രോങ് അസിഡിറ്റി ഒന്നുമില്ല. കഴിയുന്നതും നമുക്ക് സൂപ്പിനൊക്കെ കിട്ടുന്ന സെറാമിക് സ്പൂൺസോ തവിയോ വല്ലതും ഇട്ട് നമ്മളതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. വിനിഗർ വേണ്ടത്ര വിനിഗർ ആയെങ്കിൽ നല്ലതുപോലെ ഫിൽറ്റർ ചെയ്ത് കുപ്പി അടച്ച് വെക്കുക. അടയ്ക്കുന്ന കുപ്പിക്കകത്താക്കി വെക്കുക. നാരോ നെക്കുള്ള നമ്മൾ സാധാരണ വിനിഗർ കിട്ടുന്ന പോലത്തെ കുപ്പിയിൽ അടച്ച് പൂട്ടി വെക്കുക. അടച്ച് പൂട്ടി വെച്ചില്ലെങ്കിൽ അത് വീണ്ടും ഡിറ്റീരിയറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുളിയെല്ലാം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അത് ഞാൻ നോക്കിയിട്ടില്ല. ഇത് ഫിൽറ്റർ ചെയ്ത് അടച്ച് ഭംഗിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് വിനീഗറാവും. അപ്പോൾ വിനീഗറിൻ്റെ പ്രോസസ്സ് മനസ്സിലായല്ലോ. ആദ്യം തേങ്ങാവെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്, ഞാൻ പാഷൻ ഫ്രൂട്ട് വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ വിനീഗറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വൈൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ കള്ളം ഉണ്ടാക്കുക. അതിന് വെറുതെ അടുപ്പിൻ്റെ അവിടെ വെച്ച് പുളിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് വെയിലത്ത് വെച്ചാൽ മതി. വെയിൽ കൊള്ളുന്ന ജനലിൻ്റെ അടുത്ത് വല്ലതും വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് മണത്ത് നോക്കുമ്പോൾ അത് കള്ളായെന്ന് അറിയാം. അപ്പോൾ കള്ളാകുമ്പോൾ ഇത് അപ്പത്തിന് ഉപയോഗിക്കാൻ ബെസ്റ്റ് കള്ളാണ്. എന്നിട്ട് ആ കള്ളിനെ നമ്മൾ വിനിഗറാക്കാൻ വേണ്ടി ഏതെങ്കിലും മദറുള്ള ഒരു വിത്ത് മദർ, അൺപാസ്ചറൈസ്ഡ് വിത്ത് മദർ എന്ന് പറയുന്ന ഒരു വിനിഗർ വാങ്ങിച്ചിട്ട് ആ വിനിഗറിൻ്റെ അടിയിൽ കാണുന്ന മദർ എന്ന് പറയുന്ന സെഡിമെൻറ്റും കൂടെ ഇതിനകത്തിട്ടാൽ വേഗമാകും. അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടിലിനെ, ഈ കള്ളിനെ ഒരു വൈഡ് മൗത്ത് ബോട്ടിലേക്ക് മാറ്റുക. നല്ല വലിയ വാവട്ടമുള്ള ബോട്ടിലെങ്കിലേ എയർ കയറുള്ളൂ. എന്നിട്ട് ഒരു തുണി വെച്ച് മൂടി കെട്ടിവെക്കുക. വേറെ അടപ്പ് വെക്കരുത്. ഇതിനകത്ത് എയർ കയറണം. ഞാനിതിങ്ങനെ 4-5 മടക്കിയാണ് കെട്ടി വെച്ചിരുന്നത്. അതായിരിക്കും ഇത് സ്ലോ ആയി. എയർ കിട്ടിയാലേ ഇത് ശരിയാകത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അത് 2 മടക്കാക്കി, വേണമെങ്കിൽ 1 മടക്കാക്കി വെക്കാം. അതിനകത്തോടെ ഈച്ചയൊന്നും കയറാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ആക്കി നമ്മൾ കുറേ ദിവസം വെക്കുമ്പോൾ അതിൽ സ്കോബിയൊക്കെ വരികയും അത് ക്ലിയർ ആകുകയും അത് ആൽക്കഹോളിനെ ഈ അസറ്റോബാക്ടർ അറ്റ്മോസ്ഫിയറിലും ഇതിനകത്തും ഒക്കെയുള്ള അസറ്റോബാക്ടർ ഓക്സിജൻ്റെ പ്രസൻസിലേ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനകത്തെ ഷുഗർ എല്ലാം തിന്നെ അസറ്റിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്ത് ഇതിനെ ഒരു വിനിഗറാക്കി മാറ്റും. ഇതാണ് വിനിഗർ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അപ്പോൾ നന്ദി, നമസ്കാരം.